നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിൻ്റെ പരിശീലന ക്യാമ്പ് നാളെ ഗ്രഞ്ച കുമോഴയിൽ ആരംഭിക്കുകയാണ്. സ്ക്വാഡിലെ താരങ്ങളൊക്കെ നാളെ അവിടെ അസംബിൾ ചെയ്യും. പക്ഷെ ഇപ്പോഴും കോളപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും തർക്കവിതർക്കങ്ങളും ഒക്കെ തുടരുകയാണ്. പെഡ്രോയെ ഉൾപ്പെടുത്താതെ നെയ്മർ ഉൾപ്പെടുത്തിയതിനെതിരെ പലരും രംഗത്ത് വരുന്നു. അതേസമയം നെയ്മർ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റൂല, നെയ്മറെ പോലുള്ളൊരു ടാലൻറ്റ് ബ്രസീലിൽ വേറെ ഇല്ല എന്ന് തന്നെ കാഫു പറയുന്നു. യെസ്, അവസാനമായി ബ്രസീലിന് കിരീടം ചൂടിക്കൊടുത്ത ക്യാപ്റ്റൻ കാഫു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വന്നു. അദ്ദേഹം പറയുന്നു, നെയ്മർ അദ്ദേഹം ഫിസിക്കലി ആൻഡ് ടെക്നിക്കലി ഫിറ്റ് ആണെങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട താരമാണ് അദ്ദേഹം. നിങ്ങൾക്കൊന്നും ഒരിക്കലും നെയ്മറെ പോലുള്ളൊരു ടാലൻറ്റിന് അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഒട്ടുമിക്ക ബ്രസീലിയൻ എക്സ്പേർട്ടുകളും അത് തന്നെ പറയുമ്പോൾ ചില മുൻ താരങ്ങൾ ഇതിന് എതിർപ്പുമായി വന്നിട്ടൊക്കെ ഉണ്ട്. അതിലിപ്പം ഏറ്റവും ഒടുവിലായിട്ട് അത്തരത്തിൽ സംസാരം വാഗ്ന ഫെർണാണ്ടോ വെല്ലോസോ നടത്തുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കലും നെയ്മറെ ഞാനാണ് കോച്ചിങ് വേൾഡ് കപ്പിന് എടുക്കില്ല, നെയ്മർ എടുക്കുക എന്നിട്ട് പെഡ്രോയെ എടുക്കാതിരിക്കുക, അത് ഒരു ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. ഫുട്ബോളിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പെഡ്രോ എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്കോററാണ് എല്ലാ കാര്യത്തിലും. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിക്കോലാറ്റോയെ പോലുള്ളൊരു ക്ലബിനെതിരെ പോലും മര്യാദക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല, എന്നിട്ടാണ് വേൾഡ് കപ്പിന് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ എതിരഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാൻഡോസിൽ ഏത് കളി കളിക്കണമെന്ന് നെയ്മറാണ് തീരുമാനിക്കുന്നത്. പ്രധാനപ്പെട്ട കളികളൊന്നും കളിക്കില്ല. നോക്കുക, പാൽമറാസിനെതിരെ, ഫ്ലെമിംഗോക്കെതിരെ, ബാഹിയക്കെതിരെ ഒന്നും കളിക്കൂല. എന്നിട്ട് ചെറിയ ക്ലബ്ബുകൾക്കെതിരെ റിക്കോലേറ്റ, റെഡ് ബുൾ ബ്രാഗന്റിനോ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾക്കെതിരെ, വീക്ക് ടീംസിനെതിരെ മാത്രം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും വേൾഡ് കപ്പ് ടീമിൽ എടുക്കരുത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. ഏതായാലും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ബ്രസീലിലുണ്ട്. പക്ഷേ നെയ്മർ നാളെ ബ്രസീൽ ടീമിനോടൊപ്പം ചേരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.